എന്താടാ പറഞ്ഞത്? ജ്യോതിയും DKയും തമ്മിലുള്ള കല്യാണത്തിന് കൂട്ടു നിൽക്കുന്നു കരുതി നീ പറയുന്ന താളത്തിനെല്ലാം തുള്ളുന്ന പാവയാണ് ഞാനെന്ന് നീ കരുതിയോ? ജ്യോതിക്കൊരു ജീവിതം കിട്ടിയ DK അവളെ വിവാഹം കഴിച്ച എന്റെ സ്വപ്നങ്ങളെല്ലാം നടക്കുമെന്ന് ഞാൻ കരുതി. നീ ഇപ്പൊ ഈ പറഞ്ഞത് അന്തസ്സുള്ളവർ പറയുന്ന വർത്താനാണോ? എന്റെ പ്രിയമോളെ ഇതിനകത്തേക്ക് എങ്ങാനും വലിച്ചിട്ടാലുണ്ടല്ലോ, പോലീസാ കീലീസാന്നൊന്നും ഞാൻ നോക്കില്ല, കൊന്നുകളയും നിന്നെ ഞാൻ. നീ എന്നെ പറ്റി എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? എനിക്ക് ബുദ്ധിയില്ലെന്നോ? ഒരു ലാഭവും ഇല്ലാതെ നീ ഈ കച്ചവടത്തിന് ഇറങ്ങില്ല എന്ന് എനിക്കറിയാം. നിന്റെ ഉദ്ദേശം വേറെന്തോ ആണ്. ഇനി നിന്റെ താളത്തിന് തുള്ളാൻ എന്നെ കിട്ടില്ല. നിന്റെ ബുദ്ധി ഉപയോഗിച്ച് നീ തന്നെ ഒരു വഴി കണ്ടുപിടിക്ക. ഈ കാര്യത്തിന് ഇനി ഞാൻ നിന്നെ സഹായിക്കില്ല. എത്ര കൂളായിട്ടാ നീ രക്ഷപ്പെട്ടു പോയത്. നിന്റെ മോളെ പറഞ്ഞപ്പോ നിനക്ക് വേദനിച്ചു. എന്റെ കോളറിന് പിടിച്ചു, എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിച്ചു. നീ നോക്കിക്കോ, ഇനി കളി മാറാൻ പോവാ. നിന്റെ മൂത്ത മകളെ ഞാൻ വരുത്തും, ഈ കല്യാണവും നടത്തും. അതിലൂടെ നിന്റെ ഇളയ മകളെ എന്റെ രണ്ടാം ഭാര്യയായി കൊണ്ടുപോവുകയും ചെയ്യും. അതാണടി എന്റെ ലാഭം. DKയുടെയും ജ്യോതിയുടെയും വിവാഹം ഈ ഒറ്റ ജ്യൂസ് കൊണ്ട് നടക്കും. കഥ നിങ്ങൾ ഇതുവരെ കണ്ടതുപോലല്ല ഇനി നടക്കാൻ പോകുന്നത്. ഇവിടം മുതൽ അവരുടെ കഥ മാറ്റാൻ പോവുകയാണ് ഈ ഞാൻ. സമാധാനം കിട്ടുന്നില്ലല്ലോ. തിരിച്ചു പോയാലോ? ഇനി ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. പ്രിയയെ വിളിച്ചൊന്ന് വിവരം പറയാം, എന്നിട്ട് പോവാം. പ്രിയ എന്തിനാ വീഡിയോ കോൾ ചെയ്യുന്നത്? എന്തിനെന്റെ അനിയത്തെ പിടിച്ചു വെച്ചിരിക്കുന്നേ? അയ്യോ, എന്റെ പ്രിയമോളൊന്നും ചെയ്യരുത്. നീ ഇങ്ങനെ ഒറ്റയടിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാലോ? നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ പ്രിയമോക്ക് എന്താ പറ്റിയെന്ന് പറ. അവക്ക് വല്ലതും പറ്റിയാലുണ്ടല്ലോ. നിന്റെ അനിയത്തിക്ക് ഒന്നും പറ്റില്ല. ഒരു കുഞ്ഞു മയക്കം, അത്രയുള്ളൂ. ഞാൻ പറയുന്നത് അതുപോലെ നീ ചെയ്തില്ലെങ്കിൽ നിന്റെ അനിയത്തെ ഞാൻ കൊല്ലും. കഴുത്തറുത്ത് കൊന്നുകളെ. അയ്യോ, വേണ്ട വേണ്ട, എന്റെ അനിയത്തെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഒക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം. ആദ്യം വേഗം നീ ആ വാഷ്റൂമിന്റെ ഭാഗത്തോട്ട് വാ. എന്റെ അനിയത്തെ ഒന്നും ചെയ്യരുത്, പ്ലീസ്.
ആദ്യം ഞാൻ പറയുന്നതനുസരിക്ക്. നീ വേഗം വാഷ്റൂമിന്റെ അവിടേക്ക് വന്നില്ലെങ്കിൽ ഇവളുടെ കഴുത്ത് ദേ ഇങ്ങനെ മുറിയും. വേണ്ട വേണ്ട, ഞാൻ വരാം. അവളെ ഒന്നും ചെയ്യരുത്. ഞാൻ വരാം. ആശലത, നീ ഇതെവിടായിരുന്നു? പ്രിയൻ ജ്യോതി എവിടെ പോയി? നിങ്ങളുടെ മൂത്ത മോളുടെ കാര്യമൊന്നും എന്നോട് ചോദിക്കണ്ട. എന്റെ മോള് നിന്റെ മോള് എപ്പോഴും എന്തിനാ ഇങ്ങനെ തരംതിരിക്കുന്നത്? കുട്ടികളെവിടെ? എനിക്കെങ്ങനെ അറിയാൻ പറ്റും? അവരെ കാണാത്തോണ്ടല്ലേ ചോദിക്കുന്നത്. അവരിവിടെ എങ്ങനെ കാണും? ദേ സമയം ആവാറായി. എടി, രണ്ടുപേരെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടല്ലേ ഈ ചോദിക്കുന്നത്. നീ അവരെ കണ്ടോ? കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ ഇങ്ങനെ പേടിക്കാൻ. അവര് വരും. ദേ മുഹൂർത്തത്തിന് സമയമായി. നിങ്ങൾ അങ്ങോട്ട് ചെന്നേ. ഞാൻ അവരെ നോക്കിയിട്ട് വരാം. ഇവളുമാർ രണ്ടും കൂടി എവിടെ പോയി കിടക്കുന്നു? അയ്യോ, ഇനിയിപ്പോ അവരാശ് പറഞ്ഞതുപോലെ വല്ലതും ചെയ്യൂ. അവനോട് അത്രയും ചൂടാവേണ്ടിയിരുന്നില്ല. എന്നാൽ പ്രിയ അവളിതെവിടെ പോയി? മാലയാണല്ലോ ഇത്. ഹലോ, വന്നോ? നീ എവിടെ? നിങ്ങളിത് എവിടെയാ? എന്റെ അനിയത്തി ഒന്നും ചെയ്യരുത്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. എനിക്ക് നിന്നെ കാണാൻ പറ്റുന്ന അത്രയും തൊട്ടടുത്ത് ഞാനുണ്ട്. എവിടെ? ഇപ്പോ നീ നിൽക്കുന്നിവിടാ. ഞാൻ 2ാം നിലയിലെ ലിഫ്റ്റിനടുത്തുള്ള റെസ്റ്റ് റൂമിന്റെ ഫ്രണ്ടിലുണ്ട്. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് വാ. എന്നിട്ട് അടുത്ത കോറിഡോറിൽ നിന്ന് ഇടത്തോട്ട് തിരിയണം. ഫോൺ കട്ട് ചെയ്യണ്ട. വാ. ഈശ്വര, ബ്ലഡ്. പ്രിയമോളെ, എത്തിയോ നീ? എന്റെ അനിയത്തിക്ക് എന്താ പറ്റേ? അവളെ നീ എന്താ ചെയ്തേ? ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. നീ ഇപ്പൊ കണ്ടത് നിന്റെ അനിയത്തിയുടെ ബ്ലഡാ. അവളുടെ ദേഹത്ത് എന്റെ കത്തി ചെറുതായിട്ടൊന്ന് കൊണ്ടു. ഇനി ഞാൻ പറയുന്ന പോലെ നീ ചെയ്തില്ലെങ്കിൽ ഇവളെ ഞാൻ കഴുത്ത് മുറിച്ചങ്ങ് കൊല്ലും. എന്നിട്ട് ഇവളുടെ ശവം നിനക്ക് അയച്ചു തരും. അവളെ ഒന്നും ചെയ്യരുത്. അവളൊരു പാവ. അവളെ വെറുതെ വിടണം പ്ലീസ്. നിന്റെ അനിയത്തിയെ ഞാനൊന്നും ചെയ്യില്ല. ആദ്യം ഞാൻ പറയുന്നത് പോലെ അനുസരിക്കേ. ചെയ്യാം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ പ്രിയമോളെ ഒന്നും ചെയ്യരുത്. നീ വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോ, എന്നിട്ട് എന്റെ പ്രിയമോളെ വിട്ടേക്ക്. നിന്റെ ജീവൻ എനിക്ക് ആവശ്യമില്ല. പകരം ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം. അനുസരിക്കാം, അനുസരിക്കാം. നീ കല്യാണം കഴിക്കണം. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ ആരെ കല്യാണം കഴിക്കണമെന്നാ നിങ്ങൾ പറയുന്നേ? നിങ്ങളെയോ? അയ്യോ, എന്നെയല്ല, DK. ആര്? DKയോ? നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? ഭ്രാന്തല്ല, ഇന്ന് ഈ മണ്ഡപത്തിൽ നടക്കാൻ പോകുന്ന സത്യം. സിത്താരയ്ക്ക് പകരം കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ നീ വേണം കല്യാണ മണ്ഡപത്തിലെത്താൻ. മനസ്സിലായോ? ഇല്ല,
ഇല്ല, ഇത് നടക്കില്ല. എന്നെ കൊന്നാലും ശരി, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. നിന്നെ കൊല്ലില്ല, പകരം ഇവളെ കൊല്ലും. നിനക്ക് സ്വന്തം ജീവനേക്കാൾ പ്രിയപ്പെട്ടതല്ലേ നിന്റെ അനിയത്തിയുടെ ജീവൻ? എന്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നിന്നെ വെറുതെ വിടില്ല. കൊല്ല ഞാൻ. നിന്റെ അനിയത്തി മരിച്ചു കഴിഞ്ഞിട്ട് നീ എന്നെ കൊന്നിട്ടെന്ത് കാര്യം? ഈ നിമിഷം ഞാൻ ഇവളെ കൊല്ലും. വേണ്ട, വേണ്ട, എന്റെ അനിയത്തി ഒന്നും ചെയ്യരുത്. നിനക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, ഞാൻ പറയുന്നത് പോലെ കേൾക്കുക, അല്ലെങ്കിൽ അനിയത്തിയുടെ ബോഡി ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊള്ളുക. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. അവളെന്റെ ജീവനാ. നീ പറയുന്ന മറ്റെന്ത് കാര്യവും ഞാൻ ചെയ്യാം. പക്ഷെ ആ ഹിറ്റ്ലറെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല. ഞങ്ങൾ തമ്മിൽ ബദ്ധശത്രുക്കളാ. എന്റെ മുഖം കണ്ടാൽ തന്നെ അയാൾക്ക് കലി വരും. ഈ കല്യാണം നടക്കില്ല. എങ്കിൽ പിന്നെ നിന്റെ അനിയത്തെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. പ്ലീസ്, അവളെ ഒന്നും ചെയ്യരുത്. ഓക്കെ, ചെയ്യില്ല. പക്ഷെ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. അതെങ്ങനെ നടക്കും? ഞാൻ സമ്മതിച്ച പോലും DK സമ്മതിക്കില്ല. അതിനൊക്കെ വഴിയുണ്ട്. നീ സമ്മതിച്ച ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഇല്ലെങ്കിൽ ഇവളുടെ ശവം മാത്രമേ നീ കാണൂ. വേണ്ട, വേണ്ട, ഞാൻ ചെയ്യാം. നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം. എന്റെ അനിയത്തിക്ക് വേണ്ടി. എങ്കിൽ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കാലികെട്ട് കഴിയുമ്പോ നിന്റെ അനിയത്തി നിന്റെ മുൻപിലുണ്ടാവും. ചെല്ല്. Your time starts now. ഹലോ, ഹലോ, ഹലോ. എന്റെ ഈശ്വരം, ഞാനിനി എന്ത് ചെയ്യും? എന്നെ ആരെ സഹായിക്കാം? ആകെ സഹായം ചോദിക്കാൻ പറ്റുന്നത് ആ ഹിറ്റ്ലറിനോട് മാത്രമാ. തൊട്ടടുത്ത അയാളുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ അയാളോട് സഹായം ചോദിക്കും? സക്സസ്. DK ജ്യോതി കല്യാണം. എന്താ മോനെ, നിന്റെ ഫേസിലൊരു ഹാപ്പി കാണുന്നില്ലല്ലോ. ഇതെന്റെ 2ാം വിവാഹമാണെന്ന് അമ്മ മറന്നുപോയി. ഈ കല്യാണമേ ഒരു തെറ്റാണ്. സുപ്രിയ എന്നെ കൊണ്ടൊരു വലിയ തെറ്റ് ചെയ്യിപ്പിക്കുക. കല്യാണ മണ്ഡപത്തിൽ ഞാൻ ഇരിക്കുന്നത് ഒരു കുറ്റവാളിയുടെ മനസ്സോടെ ആയിരിക്കും. അങ്ങനെ പറയരുത് മോനെ. പൂർണ്ണ മനസ്സോടെ വേണം എന്റെ മോൻ വിവാഹം കഴിക്കാൻ. ഒരാൾക്ക് ദാനം ചെയ്യുന്നത് മറ്റൊരാൾ അറിയാൻ പാടില്ല. പക്ഷെ വിവാഹം, പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി വിവാഹം കഴിക്കുന്നത് പൂർണ്ണമായ മനസ്സോടെ തന്നെയായിരിക്കണം. നിന്നെ കല്യാണം കഴിച്ച് നാളെ ജ്യോതി വിഷമിക്കരുത്. ആര്? ജ്യോതിയോ? അമ്മ എന്തിനാ അവളുടെ പേരിപ്പോ പറയുന്നത്? സിത്താരയാണ് വധു. സോറി മൈസൺ, തെറ്റിപ്പോയി. ഒരു 10 സ്ലിപ്പ്. ഇനി ഇവിടെ നിന്നാ ഇഷ്ടമല്ലാത്ത ആ പേര് ചിലപ്പോ വീണ്ടും അമ്മയുടെ നാവിന്ന് കേൾക്കേണ്ടി വരും. മുഹൂർത്തത്തിന് സമയമായി. വാ പോകാം.
ആരെങ്കിലും കണ്ട കുഴപ്പമാവും. സിത്താരെ, നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേറെ വഴിയില്ല. ഒരു കല്യാണ മാമാങ്കം എന്തോ നടിയത്. കാശുണ്ടെന്ന് വെച്ച് ഇങ്ങനെ അങ്ങ് നെഗളിക്കാവൂ. നിങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു ഈ ചടങ്ങ് അലങ്കോലമാക്കരുത്. നാത്തും വരുന്നു. വരുന്നില്ല എന്നും പറഞ്ഞ് മസലും പിടിച്ചിരുന്നതാ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകുമെന്ന് മനസ്സിലായപ്പോ കൂടെ ഇഞ്ഞു പോന്നു. ഏട്ടൻ മണ്ഡപത്തിലേക്ക് പോവാ. അവന്റെ ഇത് ദക്ഷിണ വാങ്ങി അവനെ ഒന്ന് അനുഗ്രഹിക്കണം. നോക്കാം, എനിക്ക് അവന് ദക്ഷിണയും വേണ്ട, ഭക്ഷണവും വേണ്ട. ചടങ്ങ് കഴിയുമ്പോ ഞാൻ എന്റെ പാട്ടിനങ്ങ് പോകും. അല്ലാതെ പിന്നെ ഏട്ടന് വലിവിന്റെ അസുഖം മൂലം പയ്യാന്ന് പറഞ്ഞത് കൊണ്ടല്ലേ? ഞാൻ വലിച്ചെങ്ങ് ചത്തോട്ടെ, അത് നീ ആലോചിക്കണ്ട. ഒരു കാര്യം വന്നാ ഉത്തരവാദിത്വത്തോടെ പറഞ്ഞു നിൽക്കുന്നവനാ ഞാൻ, അറിയാവോ? ഏട്ടൻ വാ, ഞാനല്ലേ വിളിക്കുന്നത്. വേണ്ട, പുറംപോക്കുകാരൊക്കെ പുറത്ത് തന്നെ ഇരുന്നോളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്റെ അനുഗ്രഹം കിട്ടാനുള്ള യോഗ്യത അവനില്ല. നാത്തുനെ അങ്ങോട്ട് ചെല്ല്, ഞാൻ ഇങ്ങേരെയും കൊണ്ട് ഇവിടെ തന്നെ ഇരുന്നോളാം. ചെല്ലടി. മൂക്കാതെ പഴുത്താൽ ഇങ്ങനെ ഇരിക്കും. ജ്യോതിയെ വിളിച്ചു നോക്കാം. ഇതൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എവിടെ പോയി കിടക്കുക? ഈ മനുഷ്യൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത്? ആ ഹലോ. ഇല്ല, രണ്ടുപേരുടെ ഫോൺ സ്വിച്ച് ഓഫാ. അവര് വന്നോളും. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കണ്ട. നിങ്ങൾ അവിടെ എങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുക. എന്നാലും ഇവരത് എവിടെ പോയി? ഓൾ ദി ബെസ്റ്റ് മൈ സൺ. എന്നാ പിന്നെ ചടങ്ങുകൾ തുടങ്ങാം. വധുവിനെ വിളിച്ചോളൂ. മായേ, നിങ്ങൾ പോയി ജ്യോതിയെ വിളിച്ചോണ്ട്. സോറി മൈ സൺ, സിത്താരെ വിളിച്ചോണ്ട് വാ. അമ്മേ, ഇനിയെങ്കിലും നാക്ക് പിഴയ്ക്കല്ലേ. ആ ബേക്കറിക്കാരുടെ വൃത്തികെട്ട പേര് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആവർത്തിച്ച് പറയല്ലേ. സോറി മോനെ, അമ്മ ഇനി ആവർത്തിക്കില്ല. സിത്താരെ,
സിതാരേ, ഇതെവിടെ പോയി? ഇനി മണ്ഡപത്തിലേക്ക് പോയോ? ഇവിടുന്ന് എവിടെ പോവാനാ? കല്യാണ പെണ്ണിനെ സ്വീകരിച്ച് ആനയിക്കേണ്ടത് നമ്മളല്ലേ? ചിലപ്പോ ബാത്റൂമിലോ മറ്റോ ആയിരിക്കും. സിതാരേ, സിതാരേ,